നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. പാർളം പഞ്ചായത്തിൽ ആരോഗ്യവകുപ്പിന്റെയും വിജിലൻസ് സ്ക്വാഡിന്റെയും പരിശോധന. വിവിധ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. പരിശോധനയിൽ 5 സ്ഥാപനങ്ങൾക്കെതിരെ നടപടി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വനിതാ ജിംനേഷ്യം പ്രവർത്തന സജ്ജമായി. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് പഞ്ചായത്തിന്റെയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ വിവിധ സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന നടത്തി. വൃത്തിഹീനമായി പ്രവർത്തിച്ച സ്ഥാപനങ്ങൾക്കെതിരെയും നിയമലംഘനങ്ങൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്കെതിരെയും നടപടി സ്വീകരിച്ചു. ചെർശ്ശേരി നരസിംഹമൂർത്തി വാമനമൂർത്തി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷം സമാപിച്ചു. ബുധനാഴ്ച രാത്രി തൃശൂർ വാദ്യ ഗുരുകുലം ബാലപഞ്ചാരി, തുടർന്ന് ദേവി ഭജൻസിന്റെ ഭജനാവതരണം എന്നിവയുണ്ടായി. വാർത്തകൾ വിശദമായി. പാർളം പഞ്ചായത്തിൽ ആരോഗ്യവകുപ്പിന്റെയും വിജിലൻസ് സ്ക്വാഡിന്റെയും പരിശോധന. വിവിധ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. പരിശോധനയിൽ 5 സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു. പാർളം പഞ്ചായത്ത് വിജിലൻസ് സ്ക്വാഡും ആരോഗ്യവകുപ്പും സംയുക്തമായി 21 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. നിയമലംഘനം കണ്ടെത്തിയ 5 സ്ഥാപനങ്ങൾക്കെതിരെ കർശന താക്കീതും നോട്ടീസും പിഴ ഉൾപ്പെടെയുള്ള നടപടികളും സ്വീകരിച്ചു. നിരോധിത പ്ലാസ്റ്റിക് വിൽപ്പന നടത്തിയതിന് 2 കടകൾക്കെതിരെയും പഴകിയ എണ്ണ ഉപയോഗിച്ച സ്ഥാപനത്തിനെതിരെയും പ്ലാസ്റ്റിക് പൊതുസ്ഥലത്ത് നിക്ഷേപിച്ചതിനും മലിനജലം കാനയിലേക്ക് ഒഴുക്കിവിട്ടതിനുമടക്കമാണ് പിഴ ചുമത്തിയത്. വിജിലൻസ് സ്ക്വാഡ് കൺവീനർ KK രാജേഷിന്റെ നേതൃത്വത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അബ്ദുൾ മൻസൂർ, അജിത്ത്, ഊർമിള ഉണ്ണി, പഞ്ചായത്ത് സീനിയർ ക്ലർക്ക് നിത, VEO സിന്ധു എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വനിതാ ജിംനേഷ്യം പ്രവർത്തന സജ്ജമായി. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ നിത്യ ജയരാജൻ, VI ജോൺസൺ, ജനപ്രതിനിധികളായ വൃന്ദ ദിനേശ്, AR രാജു, സായ രാമചന്ദ്രൻ, NB ശ്രീജിത്ത്, രമണി നന്ദകുമാർ, ഇന്ദിര ജയകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ വനിതാ ജിംനേഷ്യം അവണിശ്ശേരി കുടുംബാരോഗ്യ കെട്ടിടത്തിന് മുകളിലാണ് പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വനിതാ ജിംനേഷ്യത്തിനുള്ള മുഴുവൻ ഉപകരണങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. നമ്മള് നടക്കാൻ പോകുമ്പോൾ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. വെളിച്ചാകുമ്പോൾ നടക്കാൻ പോയി കഴിഞ്ഞാൽ ഈ അടുക്കളയിലുള്ള ശാന്തികർമ്മങ്ങളൊന്നും നടത്താൻ വേണ്ടി പറ്റില്ല. വൈകിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്കും മറ്റുള്ള പല കാര്യങ്ങളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു പൈസ കൊടുത്തിട്ട് നമ്മളൊരു കാര്യത്തിലേക്ക് പോകണം. അതുകൊണ്ടാണ് രമണി നമ്പർ അങ്ങനെ പോകാനുണ്ടായ കാരണം. അവിടെ 500 രൂപയെന്ന് തോന്നുന്നു അല്ലേ? 500 രൂപ കൊടുത്തിട്ട് പോകുമ്പോൾ എൻ്റെ 500 രൂപ അവിടെ പോകണു എന്നുള്ളത് കൊണ്ട് വണ്ണം കുറയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് എൻ്റെ പൈസ പോകണു എന്നുള്ളൊരു തോന്നലും കൂടി ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഫീസ്, അതുപോലെ 500 രൂപയൊന്നുമല്ല, ചെറിയൊരു ഫീസ് കൊടുത്തുകൊണ്ട് ഈ സ്ഥലം ഒരാൾ സംരക്ഷിക്കണം. ഈ പറയുന്ന ഈ സാധനങ്ങളൊക്കെ തന്നെ തുടച്ച് വൃത്തിയിൽ വെക്കണം. ആൾക്കാരെ വരുന്നവരെ വേണ്ട രീതിയിൽ ട്രെയിനിങ് കൊടുക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഒരു ട്രെയിനറെ വെക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇപ്പം നമ്മൾ കാലങ്ങളായിട്ട് പല ഗ്രാമസഭകളിലും അല്ലെങ്കിൽ പല യോഗങ്ങളിലും വികസന സെമിനാറിലൊക്കെ പലവട്ടം വനിതകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആവശ്യം എന്നുള്ള നിലയ്ക്ക് വന്ന ഒരു വനിതാ ജിംനേഷ്യം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അതിന് പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ വഞ്ചി ചേച്ചിയോടാണ്. എനിക്ക് തോന്നുന്നു ജില്ലാ പഞ്ചായത്ത് ഇത് പഞ്ചായത്തുകൾക്ക് അനുവദിക്കുന്ന ആദ്യഘട്ടത്തിൽ തന്നെ അവണിശ്ശേരിക്ക് ലഭിച്ചു. അപ്പോൾ അത് നമ്മുടെ ഡിവിഷനിലേക്ക് ലഭിച്ചു. അതിന് പ്രത്യേകിച്ച് പഞ്ചായത്തിൻ്റെ പേരിൽ, പഞ്ചായത്ത് ജനങ്ങളുടെ പേരിൽ വഞ്ചി ചേച്ചിയോട് നന്ദി പറയുന്നു. ചേർപ്പ് പഞ്ചായത്തിന്റെയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ വിവിധ സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന നടത്തി. വൃത്തിഹീനമായി പ്രവർത്തിച്ച സ്ഥാപനങ്ങൾക്കെതിരെയും നിയമലംഘനങ്ങൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്കെതിരെയും നടപടി സ്വീകരിച്ചു.
പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച ചൊവ്വൂരിലെ 2 ഹോട്ടലുകൾ അടപ്പിച്ചു. കൂടാതെ ഹെൽത്ത് കാർഡ് ഇല്ലാത്തതിനും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്തതിനും ഹരിതകർമ്മസേനയുടെ സേവനം പ്രയോജനപ്പെടുത്താത്തതിനും ചില സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തുകയും നോട്ടീസ് നൽകുകയും ചെയ്തു. ചേർപ്പ് സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ KM ഉമേഷിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ റെജി ബാനർജി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ MV സൗമ്യ, ഗ്രാമപഞ്ചായത്ത് ക്ലർക്ക് KS പ്രമോദ്, VEO PJ ജോഷില എന്നിവർ പങ്കെടുത്തു. തുടർന്ന് കർശന പരിശോധനകൾ നടത്തുമെന്ന് സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ പ്രതീഷ് കുമാർ, പഞ്ചായത്ത് സെക്രട്ടറി AV മുന്താസ് എന്നിവർ അറിയിച്ചു. സ്കൂൾ വാർഷിക പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഖ്യം തൃശൂർ യൂണിയന്റെ നേതൃത്വത്തിൽ സൗജന്യ പരീക്ഷാ മാർഗനിർദ്ദേശ ക്ലാസുകൾ ആരംഭിച്ചു. ഊരകം CMS LP സ്കൂളിൽ അക്ഷരശ്രീ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരീക്ഷാ മാർഗനിർദ്ദേശ ക്ലാസ് സഖ്യം തൃശൂർ യൂണിയൻ സഹരക്ഷാധികാരി TT പോൾ ഉദ്ഘാടനം ചെയ്തു. പരീക്ഷയെ അഭിമുഖീകരിക്കുന്ന വിവിധ തലങ്ങളെയും വ്യക്തിത്വ വികസനത്തെയും കുറിച്ച് അദ്ദേഹം ക്ലാസ് നയിച്ചു. യൂണിറ്റ് സഹകാരി TJ ജിസ്ന അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സഹകാരി ഫോറം കൺവീനർ KB പ്രമോദ്, യൂണിറ്റ് അംഗങ്ങളായ KS ആൻമരിയ, KS ഫഹാൻ, ഷിൻസിയ ഫാത്തിമ, ഗൗതം കൃഷ്ണ, CS അഷജ് എന്നിവർ സംസാരിച്ചു. ലോക മാതൃഭാഷാ ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങളും സമ്മാനിച്ചു. ചെറുശ്ശേരി നരസിംഹമൂർത്തി വാമനമൂർത്തി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷം സമാപിച്ചു. ബുധനാഴ്ച രാത്രി തൃശൂർ വാദ്യ ഗുരുകുലം ബാലപഞ്ചാരി, തുടർന്ന് ദേവി ഭജൻസിന്റെ ഭജന അവതരണം എന്നിവയുണ്ടായി. പുത്തൂർ ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പൂയ മഹോത്സവവും പ്രതിഷ്ഠാ ദിനവും ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഡോക്ടർ കരുമാത്ര വിജയൻ തന്ത്രി പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 14 ദേശങ്ങളിൽ നിന്നുള്ള കാവടി എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. രാത്രി മുതൽ പള്ളിവേട്ട എഴുന്നള്ളിപ്പ് പൊന്നൂക്കര ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ചോച്ചേരിക്കുന്ന് ക്ഷേത്രത്തിലെത്തും. ശനിയാഴ്ച രാവിലെ 9:30 പുത്തൂർ പുഴയിൽ ആറാട്ടും തുടർന്ന് ക്ഷേത്രത്തിൽ ആറാട്ട് കഞ്ഞി വിതരണവും നടക്കും. ഇന്ത്യൻ സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ സംഘടിപ്പിച്ച ദേശീയ യോഗാസന ചാമ്പ്യൻഷിപ്പിൽ നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികൾ തിളങ്ങി. കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരിച്ച വിദ്യാർത്ഥികൾ മികച്ച നേട്ടം കൈവരിച്ചു. ദില്ലിയിൽ നടന്ന മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ചു പങ്കെടുത്ത ശ്രീരാമകൃഷ്ണ വിദ്യാനികേതനിലെ 15 വിദ്യാർത്ഥികൾ 1ാം സ്ഥാനവും 6 വിദ്യാർത്ഥികൾ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. മെയ് മാസം നേപ്പാളിൽ നടക്കുന്ന അന്താരാഷ്ട്ര മത്സരത്തിൽ സ്കൂളിൽ നിന്നുള്ള 15 വിദ്യാർത്ഥികൾ പങ്കെടുക്കാൻ അർഹത നേടുകയും ചെയ്തു. സ്കൂൾ സംഘടിപ്പിച്ച ചടങ്ങിൽ വിജയികളായ മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിച്ചു. അനുമോദന യോഗം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി TC സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. യോഗ അധ്യാപിക KA ശ്രീജയെയും ചടങ്ങിൽ MLA ആദരിച്ചു. ഡോക്ടർ A രാധാകൃഷ്ണൻ, KS സുകേഷ്, TC തിലകൻ, സ്കൂൾ മാനേജർ C രാഗേഷ്, വൈസ് പ്രിൻസിപ്പൽ അജി വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ ലോക മാതൃഭാഷാ ദിനം ആഘോഷിച്ചു. സാഹിത്യകാരൻ EP മുഹമ്മദ് പറ്റിക്കര ഉദ്ഘാടനം ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ മോഹനൻ വടക്കേടത്ത് ദീപപ്രജ്വലനം നടത്തി. പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി, വൈസ് പ്രിൻസിപ്പൽ അജി വേണുഗോപാൽ, PRO സീതാ ഗംഗാധരൻ എന്നിവർ സന്നിഹിതരായിരുന്നു. EP മുഹമ്മദ് പറ്റിക്കര രചിച്ച 3 പുസ്തകങ്ങൾ വിദ്യാലയത്തിന് കൈമാറി. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. നിയമക്കുരുക്കിൽപ്പെട്ട് അടഞ്ഞുകിടന്നിരുന്ന പെരിഞ്ഞനം പഞ്ചായത്തിലെ പ്രളയപുരയ്ക്ക് ശാപമോക്ഷം. 8 കുടുംബങ്ങൾക്കു കൂടി വീടിന്റെ താക്കോൽ കൈമാറി. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഗൃഹപ്രവേശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു.
2025 അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്ന് മന്ത്രി പറഞ്ഞു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന നയമാണ് സർക്കാരിനുള്ളത്. ഈ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട് നൽകണമെന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. 2025 നവംബർ 1 അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ റോട്ടറി ക്ലബ്ബ് 1 കോടി രൂപ ചിലവഴിച്ച റവന്യൂ വകുപ്പിന്റെ മിച്ചഭൂമി സ്ഥലത്താണ് പ്രളയപുര നിർമ്മിച്ചിരിക്കുന്നത്. പ്രളയബാധിതരായ 2 കുടുംബങ്ങൾക്ക് മാത്രമേ താക്കോൽ കൈമാറിയിരുന്നുള്ളൂ. പ്രളയപുരയിലെ മറ്റു വീടുകൾ വിതരണം ചെയ്യാൻ ചില സാങ്കേതിക തടസ്സങ്ങൾ നിലനിന്നു. പഞ്ചായത്തിന്റെ MLAയുടെയും ജില്ലാ കളക്ടറുടെയും ഇടപെടലിനെ തുടർന്ന് ഫെബ്രുവരി 14 നടന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് സർക്കാർ പ്രളയപുരയിലെ ബാക്കി വീടുകൾ പ്രളയബാധിതർക്ക് പുറമെ ഭവൻരഹിതർക്കും ഭൂരഹിതർക്കും നൽകാൻ തീരുമാനിച്ചത്. ഇതേ തുടർന്ന് 8 കുടുംബങ്ങൾക്ക് കൂടി വീട് കൈമാറി. ചടങ്ങിൽ ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. പ്രളയപുരയുടേതുപോലെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ ക്രിമിറ്റോറിയത്തിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് പ്രവർത്തന സജ്ജമായെന്ന് ET ടൈസൺ MLA പറഞ്ഞു. നവകേരള സദസ്സിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എല്ലാ മണ്ഡലങ്ങളിലും ഒരു പുതിയ വലിയ പ്രൊജക്ട് ആരംഭിക്കുന്നതിൽ കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് പദ്ധതിയാണ് നടപ്പാക്കുന്നത്. ഗതാഗത കുരുക്ക് നേരിടുന്ന 3 പീടിക സെന്ററിലെ ട്രാഫിക് പ്രശ്നത്തിന് റോഡിന് വീതി കൂട്ടി പരിഹരിക്കും. മണ്ഡലത്തിലെ മറ്റൊരു പ്രധാന വികസന പദ്ധതിയാണ് 1.79 കോടി ചിലവഴിച്ച് നിർമ്മിച്ച ഐസൊലേഷൻ വാർഡെന്നും MLA കൂട്ടിച്ചേർത്തു. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ മുഖ്യാതിഥിയായി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, കൊടുങ്ങല്ലൂർ തഹസീൽദാർ അനിൽകുമാർ, ഡെപ്യൂട്ടി തഹസീൽദാർ അജിത, റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളായ അശോകൻ തറയിൽ, സച്ചിത്ത് തറയിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KA കരീം, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ER ഷീല, സായിദ മുത്തുക്കോയ തങ്ങൾ, ഹേമലത രാജ്കുട്ടൻ, പഞ്ചായത്ത് സെക്രട്ടറി K ശ്രീകുമാർ, വില്ലേജ് ഓഫീസർ ഷൈബി, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. തീരദേശത്തെ ആദ്യത്തെ മാതൃകാ ശലഭോദ്യാനം ഒരുക്കി എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത്. ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ശലഭോദ്യാനം ഒരുക്കിയിരിക്കുന്നത്. ജൈവ വൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെയും നിർദ്ദേശപ്രകാരം ഗ്രാമപഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ശലഭോദ്യാനം നിർമ്മിച്ചിരിക്കുന്നത്. എടത്തിരുത്തി കൃഷി ഓഫീസർ ഡോക്ടർ PC സജന, നിർവഹണ ഉദ്യോഗസ്ഥയായ ശലഭോദ്യാനം പദ്ധതി മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ നിന്നും പഠനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികളുടെ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് സജ്ജമാക്കിയത്. പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PR നിഖിൽ, MS നിഖിൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ നൌമി പ്രസാദ്, VS ജിനേഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, പഞ്ചായത്ത് അംഗങ്ങളായ PH ബാബു, PA ഷമീർ, സജീഷ് സത്യൻ, ഷിനി സതീഷ്, ഹേന രമേശ്, ഷൈജ ഷാനവാസ്, AV ഗിരിജ, KS അനിൽകുമാർ, പഞ്ചായത്ത് സെക്രട്ടറി T ബിനോയ്, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 5750 രൂപ, പവന് 46,000 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലം പഞ്ചായത്തിൽ ആരോഗ്യവകുപ്പിന്റെയും വിജിലൻസ് സ്ക്വാഡിന്റെയും പരിശോധന. വിവിധ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. പരിശോധനയിൽ 5 സ്ഥാപനങ്ങൾക്കെതിരെ നടപടി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വനിതാ ജിംനേഷ്യം പ്രവർത്തന സജ്ജമായി. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് പഞ്ചായത്തിന്റെയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ വിവിധ സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന നടത്തി. വൃത്തിഹീനമായി പ്രവർത്തിച്ച സ്ഥാപനങ്ങൾക്കെതിരെയും നിയമലംഘനങ്ങൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്കെതിരെയും നടപടി സ്വീകരിച്ചു. ചെറുശ്ശേരി നരസിംഹമൂർത്തി വാമനമൂർത്തി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷം സമാപിച്ചു. ബുധനാഴ്ച രാത്രി തൃശൂർ വാദ്യ ഗുരുകുലം ബാലപഞ്ചാരി, തുടർന്ന് ദേവി ഭജൻസിന്റെ ഭജനാവതരണം എന്നിവയുണ്ടായി.
വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.